ഹായ് ഓൾ, വെൽക്കം ടു സി സി ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മുടെ CSEB എക്സാമിനൊക്കെ നമുക്ക് എപ്പോഴും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ക്രെഡിറ്റ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറാണ്. അത് എത്ര ഡയറാണ്? 2 ഡയറാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് ഡയർ, പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. നമ്മുടെ KCS ആക്ടിന്റെ സെക്ഷൻ 2 ഡെഫിനിഷൻസ് വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ OCയിലാണ് എന്തിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ PCA-RDBനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം, നമ്മുടെ KS കാർഡ് ബാങ്കിനെ OC ആണ് നമ്മുടെ PCA-RDB വർക്ക് ചെയ്യുന്നത്. ആര് OC ആണ്? KS കാർഡ് ബാങ്കിനെ OC എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ OC ജീവിക്കാന്നൊക്കെ. അതുപോലെ നമ്മുടെ KS കാർഡ് ബാങ്കിനെ OC ആണ് നമ്മുടെ PCA-RDB വർക്ക് ചെയ്യുന്നത്. അപ്പൊ സെക്ഷൻ 2 OCയിലാണ് നമ്മുടെ PCA-RDBനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. PCA-RDB മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ താലൂക്ക്. എന്താണ് PCA-RDBയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്? എവിടെയായിരിക്കും? ഒരു താലൂക്കിനുള്ളിലായിരിക്കും. ആൻഡ് ദി പ്രിൻസിപ്പൽ ഒബ്ജക്ട് ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരിക്കണം? ടു പ്രൊവൈഡ് ലോങ് ടൈം ക്രെഡിറ്റ്, ദീർഘകാല വായ്പകൾ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷിക്കും അതുപോലെ തന്നെ ഗ്രാമീണ വികസനത്തിനും വേണ്ടിയിട്ടാണ്. അതുപോലെ PCA-RDB അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഓൺ ബിഹാഫ് ഓഫ് KS കാർഡ് ബാങ്ക്. എന്താണ് PCA-RDB എന്തുകൂടി ചെയ്യുന്നുണ്ട്? നമ്മുടെ KS കാർഡ് ബാങ്കിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് കൂടി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 OCയിലാണ്. അതിനകത്ത് പറയുന്നത് എന്താണ്? അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിലായിരിക്കണം. അതിന്റെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടൈം ലോൺ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെന്റിനുമാണ്. ഇനി നമുക്ക് അവരുടെ മെമ്പേഴ്സ് ആരാണെന്ന് നോക്കാം. ദി മെമ്പർഷിപ്പ് ഓഫ് ദി ബാങ്ക് ഈസ് ഓപ്പൺ ടു ഇൻഡിവിജ്വൽ അഗ്രികൾച്ചറിസ്റ്റ് who own land within the area of operation and who is competent to enter into contract and the government. എന്താണ് മെമ്പർഷിപ്പ് ആർക്കൊക്കെയാണ് കൊടുക്കുക? ഇൻഡിവിജ്വൽ അഗ്രികൾച്ചറിസ്റ്റ്. എന്താണ് പറയുന്നത്? വ്യക്തികൾ, കർഷകരായിട്ടുള്ള വ്യക്തികള്. അതുപോലെ തന്നെ ഈ ഒരു ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ, അതായത് നമ്മൾ പറഞ്ഞു അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഏതാണ്? ഒരു താലൂക്കാണ്. ആ താലൂക്കിൽ എന്ത് വേണം? അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് വേണം? ലാൻഡ് വേണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ. അതായത് എന്താണ്? നമുക്കറിയാം ലീഗലി അദ്ദേഹം സോൾവെന്റ് ആയിരിക്കണം, അതുപോലെ ലുണാറ്റിക് ആയിരിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അത് വേണം. അതുപോലെ അടുത്തത് ഏതാണ്? ഗവൺമെന്റ്. അപ്പം മെമ്പേഴ്സ് ആരൊക്കെയാണ്? മെമ്പർഷിപ്പ് ആർക്കൊക്കെയാണ് കിട്ടുക? ഇൻഡിവിജ്വൽ അഗ്രികൾച്ചറിസ്റ്റിന് കിട്ടും. അതുപോലെ തന്നെ ആ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള ലാൻഡ് ഓൺ ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം ഇവര്. അതുകൂടാതെ ഗവൺമെന്റിനും കിട്ടും. ഇനി നമുക്ക് നോക്കാം അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്. നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫൈനൽ അതോറിറ്റി ഏതാണ്? ഫൈനൽ അതോറിറ്റി ഏതാണ്? ജനറൽ ബോഡിയാണ്. ഇവിടെയും ഏത് തന്നെയാണ്? ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അതിന് ഡേ ടു ഡേ അഫയേഴ്സ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് നടത്തുന്നത്. ഡേ ടു ഡേ മാനേജ്മെന്റ് നടത്തുന്ന ആരാണ്? മാനേജിംഗ് കമ്മിറ്റിയാണ്. ഇനി ഇവരുടെ ടേം ഓഫ് ഓഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വർഷമാണ്? നമ്മുടെ പാക്സിലെ പോലെയൊക്കെ തന്നെ ഇവിടെ എത്രയാണ്? 5 വർഷമാണ്. ഇനി ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന പേരെന്താണ്? ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന പേര് സെക്രട്ടറി എന്നാണ്. നമുക്ക് ഇതിനു മുൻപ് ഇതേപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന പേര് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട്. എന്താണ്? ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന പേരെന്താണ്? മാനേജിംഗ് ഡയറക്ടർ എന്നാണ്. അതുപോലെ നമുക്കറിയാം പാക്സിന്റെ കേസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാക്സിന്റെ കേസിൽ ആരാണ്? പാക്സിന്റെ കേസിൽ നമ്മുടെ സിഇഒനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ വിളിക്കുന്നത് സെക്രട്ടറി എന്നാണ്. എന്നാൽ അതിന്റെ അപ്പെക്സ് ആയിട്ടുള്ള കേരള ബാങ്കിന്റെ സിഇഒനെ വിളിക്കുന്ന പേര് മാനേജിംഗ് ഡയറക്ടർ എന്നാണ്. ഇനി ഇവരുടെ കാലാവധി നമ്മൾ പറഞ്ഞു എത്ര വർഷമാണ്? 5 വർഷമാണ്. ഇനി നമുക്ക് ഇതിന്റെ അപ്പെക്സ് ആരാണ്? അപ്പെക്സ് നമ്മുടെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. നമുക്ക് കേരള സ്റ്റേറ്റ്
കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് നമ്മൾ വിളിക്കും അല്ലെ, KS കാർഡ് ബാങ്ക്. ഇതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ KCS ആക്ടിന്റെ സെക്ഷൻ 2(RA)യിലാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ PCRDBനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞു OC ആണ് ജീവിക്കുന്നത്, അത് OC2OCയിലാണ് അതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ KS കാർഡിനെ RAയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് KS കാർഡ് ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്താണെന്ന് നോക്കാം. മീൻസ് ആൻ അപ്പെക്സ് സൊസൈറ്റി having only primary cooperative agriculture and rural development bank as its members and functioning in accordance with the provision of contained in the Kerala State Cooperative Agricultural Development Bank Act 1984. എന്താണ് പറയുന്നത്? ഈ ഒരു നമ്മുടെ KS കാർഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഒരു അപ്പെക്സ് ബാങ്ക് ആണ്. അതിന് മെമ്പർഷിപ്പ് ആർക്കാണ് കൊടുക്കുക? മെമ്പർഷിപ്പ് ഒൺലി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന് മാത്രമാണ് മെമ്പർഷിപ്പ് ലഭിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു PCRDBയുടെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇൻഡിവിജ്വൽ അഗ്രികൾച്ചറിസ്റ്റ് ഉണ്ട്, അതുപോലെ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള ലാൻഡ് ഓൺ ചെയ്യുന്ന ആളുകളുണ്ട്, ഗവൺമെന്റിനോടൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. ഇവിടെ എന്താണ്? പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകൾ, PCRDBകളാണ് ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് 1984, 1984 KS കാർഡ് ബാങ്ക് ആക്ടിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് 1984 20ാം നമ്പർ ആക്ട് ആണ്. അപ്പോൾ നമ്മുടെ CSEB എക്സാം നമുക്ക് ജൂൺ ജൂലൈ മാസത്തേക്ക് നമ്മൾ അടുത്ത എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ആദ്യ റാങ്ക് തന്നെയാണ്. നമുക്കറിയാം CSEB എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1ാം റാങ്കുകാർ മാത്രം ജോലി സ്വന്തമാക്കുന്നു, അല്ലെങ്കിൽ 1ാം റാങ്കുകാർക്ക് 100% എന്താണ് ജോലി ഉറപ്പാണ്. അപ്പം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നുള്ളതല്ല, മറിച്ച് 1ാം റാങ്ക് സ്വന്തമാക്കുക. അങ്ങനെ 1ാം റാങ്ക് ലക്ഷ്യമാക്കി നീങ്ങുന്ന നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ 6 മന്ത് 3 മന്ത് ബാച്ചുകളുമായിട്ട് CC എത്തുകയാണ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ PDF നോട്ടുകൾ, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ ഒരു ബാച്ചിന് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 3 മന്തിന്റെയും 6 മന്തിന്റെയും ബാച്ചുകളാണുള്ളത്. അതായത് ഒരു തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ബ്രേക്ക് വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു 6 മന്ത് ബാച്ച് എന്ന് പറയുന്നത്. അതായത് ബേസ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു 6 മന്ത് ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 3 മന്ത് ബാച്ചിലേക്ക് വരികയാണെങ്കിൽ കട്ട് ഓഫിന്റെ തൊട്ടടുത്തെത്തിയിട്ട് അതിന്റെ കട്ട് ഓഫ് മറികടക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ താഴെയായി പോയിട്ട് മുകളിലേക്ക് എത്താൻ പറ്റാതിരിക്കുന്ന ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബാച്ചാണ് 3 മന്ത് ബാച്ച് എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു പുഷ് ഉണ്ടെങ്കിൽ ആദ്യ റാങ്കിലേക്ക് എത്തുന്നവർക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ഒരു 3 മന്ത് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒട്ടും സമയം കളയാതെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇനി PCRDBയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി KS കാർഡ് ബാങ്കിന്റെ മെമ്പർഷിപ്പ് ആർക്കൊക്കെയാണെന്ന് നോക്കാം. മെമ്പർഷിപ്പ് ഈസ് ഗിവൺ ടു പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ ദ സ്റ്റേറ്റ്. എന്താണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, നമ്മുടെ സംസ്ഥാനത്തിലുള്ള പ്രാഥമിക അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനും അതുപോലെ തന്നെ ഇൻ കേരള there is a federal pattern and membership is given only to primary agriculture and rural development bank, state government, KCB and South Wayanad Girijan Society. ഇത് ഏത് സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഫെഡറൽ സ്ട്രക്ചറാണ്. എന്താണ് ഫെഡറൽ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അവിടെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് അല്ല, മറ്റു സൊസൈറ്റികളായിരിക്കും എന്ത് ഈ ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ മെമ്പർ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ KS കാർഡ് ബാങ്കിന്റെ മെമ്പേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? PCRDB. അതായത് നമ്മുടെ സംസ്ഥാനത്തുള്ള PCRDB ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ KSEB, സൗത്ത് വയനാട് ഗിരിജൻ സൊസൈറ്റി. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, കാരണം നമുക്ക് മുൻപ് ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. സൗത്ത് വയനാട് ഗിരിജൻ സൊസൈറ്റി PCRDBയിലെ ഒരു അംഗമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നമ്മുടെ KS കാർഡ് ബാങ്കിന്റെ മെമ്പർ അല്ലാത്തത് എന്ന രീതിയിലൊക്കെ നമുക്ക് ചോദ്യം വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു പേരാണ് ഇത്, സൗത്ത് വയനാട് ഗിരിജൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അത് ശരിക്കും എന്താണ്? നമ്മുടെ KS കാർഡ് ബാങ്കിന്റെ ഒരു മെമ്പറാണ്.
ഇനി നമുക്ക് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഈസ് മെയിൻറ്റൈൻഡ് ബൈ KS കാർഡ് ബാങ്ക്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഏത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് ചോദ്യം വരാറുണ്ട് അല്ലേ? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ KS കാർഡ് ബാങ്ക്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ടേമാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ KS കാർഡ് ബാങ്ക് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്താണ് ഫണ്ട് കണ്ടെത്തുന്നതെന്ന് പറയാറുണ്ട്. അപ്പൊ ഏതാണ്? സ്പെഷ്യൽ ഡിബഞ്ചർ, റൂറൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ, അങ്ങനെ പ്രധാനമായും 3 ഡിബഞ്ചറുകളാണ് നമ്മുടെ അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഇറക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ഡിബഞ്ചറിന്റെ ട്രസ്റ്റി ആരാണ്? RCS, രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അതുപോലെ തന്നെ കസ്റ്റോഡിയനും നമുക്ക് ചോദിക്കാറുണ്ട്. കസ്റ്റോഡിയൻ ആരാണ്? RCS തന്നെയാണ്. ഇനി ഗ്യാരണ്ടർ, ഉറപ്പ് നൽകുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇവര് നമ്മുടെ KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഗ്യാരണ്ടർ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി അതിന് ക്ലിയറൻസ് ആരിൽ നിന്നുമാണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ആരിൽ നിന്നാണ്? ഫ്രം നബാർഡ്. നബാർഡിൽ നിന്നും എന്ത് വേണം? ക്ലിയറൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ഇനി നമുക്ക് സിങ്കിങ് ഫണ്ട് എന്താണെന്ന് നോക്കാം. എന്താണ് സിങ്കിങ് ഫണ്ട്? നമ്മുടെ KS കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫണ്ട് ക്രിയേറ്റഡ് ബൈ KS കാർഡ് ബാങ്ക് ഫ്രം ദി ലോൺ റിക്കവറീസ് ഓഫ് മെമ്പേഴ്സ്. അത് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. സിങ്കിങ് ഫണ്ട് നമ്മുടെ KS കാർഡ് ബാങ്ക് എവിടെ നിന്നുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. എവിടെ നിന്നാണ്? ലോൺ റിക്കവറീസ്, മെമ്പേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ലോണിന്റെ തിരിച്ചടവുകളിൽ നിന്നുമാണ് അവർ ആ ഒരു ഫണ്ട് കണ്ടെത്തുന്നത്. ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. നമ്മുടെ ഡിബഞ്ചർ എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? സോ ആഡിക്വേറ്റ് പ്രൊവിഷൻ മസ്റ്റ് ബി മെയ്ഡ് ഫോർ ദി റിഡംഷൻ ഓഫ് ദി ഡിബഞ്ചർ. ആ ഡിബഞ്ചറിന്റെ ഫണ്ട് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ വേണം. അതുകൊണ്ടാണ് മെമ്പേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ലോൺ റിക്കവറിയിൽ നിന്നും ഒരു സർട്ടൻ പോർഷൻ എന്ത് ചെയ്യുന്നത്? സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നത്. Therefore, the recoveries made from the borrowers are put into a separate account or a fund called sinking fund. നമ്മൾ പറഞ്ഞു തന്നെയാണ്. എന്താണ്? ഇപ്പം ഡിബഞ്ചർ റിഡംഷൻ ചെയ്യണമെങ്കിൽ മതിയായ ഫണ്ട് വേണം. അതിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? മെമ്പേഴ്സിന് നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട്. ആ ലോൺ അവർ തിരിച്ചടയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു സർട്ടൻ പോർഷൻ എന്ത് ചെയ്യും? ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫണ്ടിലേക്ക് മാറ്റി വെക്കും. അതിനെ പറയുന്ന പേരാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? എന്താണ് KS കാർഡ് ബാങ്കിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ P കാർഡ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞു, സിങ്കിങ് ഫണ്ട് എന്താണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വരുന്ന എക്സാമുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജോടുകൂടി വേണം നമ്മൾ പോകുവാനായിട്ട്. കാരണം നമുക്ക് A to Z കാര്യങ്ങൾ നമ്മുടെ എക്സാമിന് വരുന്നുണ്ട് അല്ലേ? അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള മൈന്യൂട്ടായി നമ്മൾ വിട്ട് കളയുന്ന കാര്യങ്ങൾ പോലും എക്സാമിന് വരുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഓരോ സിംഗിൾ പീസ് ഓഫ് പേപ്പറും പഠിക്കുന്ന പോലെ, അതായത് ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ വരെയും നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എക്സാമിന് പോകാം. അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ടഫായിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, GK സ്പെഷ്യൽ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മാർക്ക് പോകുന്നത് GK പോർഷനിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ധൈര്യമായിട്ട് നമ്മുടെ CC ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമ്മൾ വീക്കിലി ആയിട്ടുള്ള കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട് ഉള്ള അപ്ഡേറ്റുകളുണ്ട്. ഡെയിലി കറണ്ട് അഫെയർസിന്റെ അപ്ഡേറ്റ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? GKയുടെ ക്വിസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒട്ടും സമയങ്ങളായത് എന്ത് ചെയ്യുക? പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നമ്മുടെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അടുത്ത ക്ലാസ് ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുകയാണെങ്കിൽ അതിന്റെ വീഡിയോയുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്